വികസന പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന നഗരസഭയാണ് തളിപ്പറമ്പ നഗരസഭ. തളിപ്പറമ്പ നഗരസഭ ചെയർപേഴ്സണായി പി കെ സുബൈർ അധികാരമേറ്റു. യഥാർത്ഥമായ വിശ്വാസവും രാഷ്ട്രീയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടെയും എൻ്റെ പരമാവധി കഴിയും പങ്കും വിവേക ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നു. അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. വികസന പ്രവർത്തനങ്ങളിലും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന തളിപ്പറമ്പ നഗരസഭയെ നയിക്കാൻ പി കെ സുബൈർ ഒരുങ്ങി. എംകോം ബിരുദധാരിയായ സുബൈർ ചെന്നൈയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രാക്ടീസ് ചെയ്യുകയും 2 പതിറ്റാണ്ട് കൊമേഴ്സ് അധ്യാപകനുമായിരുന്നു. ബാങ്ക് സെക്രട്ടറിയും മുനവ്വർ അലി തങ്ങൾക്കൊപ്പം യൂത്ത് ലീഗ് ഭാരവാഹിയുമായിരുന്നു പി കെ എന്ന് വിളിക്കുന്ന പി കെ സുബൈർ. സുബൈറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് മൂത്തേടത്ത് സ്കൂളിൽ 7ാം തരം വിദ്യാർത്ഥിയായിരിക്കെയാണ്. MSF യൂണിറ്റ് വൈസ് പ്രസിഡന്റായാണ് തുടക്കം. MSF മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രഥമ പ്രസിഡന്റ് കൂടിയാണ്. മുക്കോല ശാഖ ജനറൽ സെക്രട്ടറി, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്നീ നിലകളിൽ MSFലും, മുക്കോല വാർഡ് ജനറൽ സെക്രട്ടറി, മുനിസിപ്പൽ പ്രസിഡന്റ്, നിയോജക മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ യൂത്ത് ലീഗിലും പ്രവർത്തിച്ചു. മാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ കൂടെ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റായും തിളങ്ങി. മുസ്ലിം ലീഗിനൊപ്പം മുക്കോല ശാഖ ജനറൽ സെക്രട്ടറി, മുനിസിപ്പൽ അഡ്ഹോക് കമ്മിറ്റി കൺവീനർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് സുബൈർ. ഹൈവേ ഏരിയ ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം മാനേജർ എന്ന നിലയിൽ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംസ്ഥാനത്തെ തന്നെ മികച്ച വിദ്യാലയമാക്കി മാറ്റുന്നതിനു പിന്നിലും അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. മിഷൻ സ്കൂൾ, മൂത്തേടത്ത് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പഠനത്തിനു ശേഷം സർ സെയ്ദ് കോളേജിൽ നിന്നാണ് പ്രീ ഡിഗ്രിയും ബികോമും എംകോമും പൂർത്തിയാക്കിയത്. 21 വർഷം സ്വാശ്രയ മേഖലയിൽ കൊമേഴ്സ് അധ്യാപകനായ അദ്ദേഹം തളിപ്പറമ്പ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കൂടിയാണ്. 3 ഘട്ടങ്ങളിലായി വിവിധ രാഷ്ട്രീയ കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കാലത്ത് എതിർ പാർട്ടിക്കാരുടെയും പോലീസിന്റെയും മർദ്ദനങ്ങൾക്കും ഇരയായിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും നഗരസഭ മുൻ ചെയർമാനുമായ അള്ളാംകുളം മഹ്മൂദാണ് സുബൈറിനെ അധ്യക്ഷനാക്കുന്നതിനു പിന്നിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചത്. M സുമയ്യാണ് ഭാര്യ. സന, സിയാൻ, അബ്ദുള്ള, ഹഫ്ദൻ എന്നിവരാണ് മക്കൾ. നഗരസഭയുടെ ചെയർപേഴ്സണായി ഈ സ്ഥാനത്തിരിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരുപാട് ബോധ്യങ്ങൾ വിനീതരായി എനിക്കുണ്ട്. തളിപ്പറമ്പ് നഗരവികസനത്തിന്, അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന്, സമാധാനത്തിന്, സൗഹാർദ്ദത്തിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും, ആളുകളെയും, ഘടകങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അതിന് എല്ലാവരുടെയും പിന്തുണയും അതുപോലെ തന്നെ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും തളിപ്പറമ്പ കേരളത്തിനൊരു മോഡലായി, ഒരു മോഡൽ നഗരമാക്കി മാറ്റാൻ ആവശ്യമായ ഒരുപാട് സങ്കല്പങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും പിന്തുണ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകന്മാരുടെ, ജനങ്ങളുടെ, ഇവിടുത്തെ ജീവനക്കാരുടെ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, സന്നദ്ധ സേവന സംഘടനകളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുപാട് മേഖലകൾ, ആ എല്ലാ മേഖലയും അതിന് ഒന്നിനൊന്ന് മേലെ എന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം എല്ലാറ്റിനും ഒരുപോലെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ നഗരസഭ ആഗ്രഹിക്കുന്നത്. നിലവിൽ 2026, 27, 25, 26 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് പ്രാവർത്തികമാക്കാൻ 100% നിർവഹണം ഉറപ്പാക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് പെട്ടെന്ന് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ വരുംകാലത്തേക്കുള്ള പ്ലാനിങ് കൂടി ഞങ്ങൾ ആദ്യം മുതൽ തന്നെ തുടക്കം കുറിക്കുമെന്നും കൂടി അറിയിക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ സഹകരണവുമായി ബന്ധപ്പെട്ടിട്ട് ഭരണകക്ഷി ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? നഗരസഭയിൽ സത്യത്തിൽ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ് ഈ പ്രതിപക്ഷം എന്നൊക്കെ. സത്യത്തിൽ ഇന്നത്തോടു കൂടി അങ്ങനെ ഒരു സങ്കല്പം തന്നെ ഇല്ല. പ്രതിപക്ഷത്തിന് കൂടി സഹായം, കാരണം തീർച്ചയായും ഇവിടുത്തെ 35 നഗരസഭ
കൗൺസിലർമാരിൽ ഓരോരുത്തരുടെയും ആശയങ്ങളും അതുപോലെ തന്നെ സഹകരണമൊക്കെ നിർബന്ധമാണ് നഗരസഭയ്ക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം നേരത്തെ മാത്രമല്ല, നമ്മൾ തളിപ്പറമ്പ് നേരത്തെ തന്നെ ഇതിനൊക്കെ ഒരു മോഡലാണ്. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രാഷ്ട്രീയപരമായ ഭിന്നതകളുണ്ടെങ്കിൽ പോലും വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എത്തുമ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഒത്തൊരുമിച്ച് ജനങ്ങൾക്ക് മാധ്യമപ്രവർത്തകന്മാർക്ക് അറിയാം ഒത്തൊരുമിച്ചാണ് മുന്നോട്ട് പോവുക. അതേ രീതി തന്നെയായിരിക്കും ഇനി ഞങ്ങൾ തുടരുക. അതിൽ വ്യക്തിപരമായി ചെയർപേഴ്സൺ നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്നതും കൂട്ടായി ഭരണസമിതിക്ക് ചെയ്യാവുന്നതുമായ എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും.